ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? നവീന ശിലായുഗത്തെ മനുഷ്യർ ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് മാറാനുള്ള കാരണങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അതായത് നവീന ശിലായുഗത്തിലെ മനുഷ്യരെന്താണ്, ആദ്യം ഭക്ഷണം ശേഖരിക്കുകയായിരുന്നല്ലേ, അതിൽ നിന്നും എന്തിലേക്ക് മാറി? ഭക്ഷ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇതിനുള്ള കാരണങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, അതുപോലെ ഒന്ന് കാരണമാണ് ജനസംഖ്യാ വർധനവും കാരണമല്ലേ. ഓക്കെ, എന്തൊക്കെയാണ്? പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യ വർധനവ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ? എന്തൊക്കെയാണ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണല്ലേ. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കനം എന്ന് പറയുന്നത്? ഏകദേശം 40 കിലോമീറ്റർ കനം. ദെൻ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണുള്ളത് ഭൂവൽക്കത്തിന്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പോൾ 2 ഭാഗങ്ങളും എഴുതുക, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഭൂവൽക്കത്തിൻ്റെ സവിശേഷതകൾ എഴുതാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിഗുറാത്തുകൾ എന്നാൽ എന്ത്? സിഗുറാത്തുകളുടെ ഏതെങ്കിലും 2 സവിശേഷത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സിഗുറാത്തുകൾ? എന്താണ് കൂട്ടുകാരെ സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ? മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. അപ്പം എന്താണ് സിഗുറാത്തുകൾ? മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. ഇതിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? സിഗുറാത്തുകളുടെ ഏതെങ്കിലും ഒരു സവിശേഷത നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതാം? നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മറ്റൊരു സവിശേഷത എന്താണ്? മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് പണിതത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം കൂട്ടുകാരെ? എന്താണ് സിഗുറാത്തുകൾ എന്ന് എഴുതണം. അപ്പോൾ സിഗുറാത്തുകൾ എന്താണ്? മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. ദെൻ സവിശേഷതകൾ എഴുതുക. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് പണിതത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉത്ഖനനം സൂചിപ്പിക്കുന്ന ഡയഗ്രം പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സിന്ധു നദീതട സംസ്കാരം, മോഹൻജദോരോ. ദെൻ നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ദയാറാം സായ്നി നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം, മോഹൻജദോരോ ആരായിരിക്കും? RD ബാനർജി ആണല്ലേ. ദെൻ ദയാറാം സായ്നി ഏത് സംസ്കാരമാണ്? സിന്ധു നദീ സംസ്കാരത്തിൽ ഹാരപ്പയാണല്ലേ, ഹാരപ്പ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം ഏത്? ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ത്? മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം ഏതാണ്? ഭീംബേഡ്കയാണല്ലേ. ആൻസർ എന്താണ്? ഭീംബേഡ്ക. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്താണ് കൂട്ടുകാരെ? കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങളാണല്ലേ. എന്താണ്? കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങൾ. അപ്പോൾ മധ്യപ്രദേശിലെ പ്രാചീന ശിലായുഗ കേന്ദ്രം ഏതാണ്? ഭീംബേഡ്ക. അതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കൂട്ടുകാർ? ഇതിൻ്റെ പ്രധാന സവിശേഷത കല്ലുകൊണ്ടുള്ള വാസസ്ഥലങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗ്നേയശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? ആഗ്നേയശിലയ്ക്കൊരു ഉദാഹരണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ ആഗ്നേയശിലകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് എന്ത്? ആഗ്നേയശിലകൾ. ദെൻ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്രാനൈറ്റ്, ബസാൾട്ട്. എന്തൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഓക്കെ, ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് നോക്കൂ, ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ്? 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര സ്കോറാണെന്നും അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ അതിൽ എത്ര എണ്ണമാണ് എഴുതേണ്ടതെന്നും കൃത്യമായി കൂട്ടുകാർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും, നന്നായി അറിയാവുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ,
നമ്മളെല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം എന്താണ്? അപക്ഷയം എന്നാൽ എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും 2 തരം അപക്ഷയങ്ങളുടെ പേരെഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അപക്ഷയം. എന്താണ്? ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? യെസ്, അപക്ഷയം. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും 2 തരം അപക്ഷയങ്ങളുടെ പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ഭൗതിക അപക്ഷയം എഴുതാം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ്? രാജ്യസഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? രാജ്യസഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. എത്രയാണ്? തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. ഇനി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എത്ര അംഗങ്ങളാണ്? അതെ, 12 ആണല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. എന്താണ്? സ്ഥിരം സഭയാണല്ലേ. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. അതിൻ്റെ ഉപരാഷ്ട്രപതി ആരായിരിക്കും? അതെ, അധ്യക്ഷനായിരിക്കുമല്ലോ. ഉപരാഷ്ട്രപതി അധ്യക്ഷൻ. ദെൻ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. രാജ്യസഭ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നായ അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അഴുക്കുചാൽ ഏത്? ഹാരപ്പൻ സംസ്കാരത്തിലെ ഹാരപ്പയിലെ നഗരങ്ങളുടെ. ഓക്കെ, ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന സവിശേഷതകളിലൊന്നായ അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ച് നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദെൻ അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കുറിപ്പിൽ എഴുതാം? വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഈ ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? കാലാവസ്ഥയുണ്ട്. പിന്നെയോ? ഭൂപ്രകൃതി, മാതൃശില, അതുപോലെ തന്നെ സമയം, സസ്യങ്ങളും ജന്തുക്കളും. അപ്പോൾ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും. ഓക്കെ, 11ാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് 11ാമത്തെ ചോദ്യം? യെസ്, ചാദൽ ഹൊയൂക്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ താമ്രശിലായുഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നൽകുന്നത്? എന്താണ്? ചാദൽ ഹൊയൂക്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ താമ്രശിലായുഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്? എന്തെല്ലാമാണ്? നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമാണല്ലേ. എന്താണ്? നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം. അങ്ങനെ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. എന്തൊക്കെയാണ്? നഗരജീവിതത്തിൻ്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം, അതുപോലെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ദെൻ ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പം കൂട്ടുകാർക്ക് എന്തെല്ലാം ചാദൽ ഹൊയൂക്കിൽ നിന്ന് ലഭിച്ച തെളിവുകൾ താമ്രശിലായുഗത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നൽകുന്നത്? അതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 4 സ്കോർ വീതം. അപ്പോൾ 12 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക.
എ കോളത്തിന് യോജിച്ചവ ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണല്ലേ ആദ്യത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഫറോവ ബി എന്തായിരിക്കും? നോക്കൂ, ബി കോളത്തിൽ ഏതായിരിക്കും വരിക? ഫറോവ. യെസ്, നമുക്കറിയാം ഏതാണ്? രാജാവാണല്ലേ. ദെൻ പിരമിഡ്, യെസ്, ശവകുടീരമാണ്. ദെൻ ഹൈറോഗ്ലിഫിക്സ്, വിശുദ്ധമായ എഴുത്ത്. ദെൻ സ്ഫിൻക്സ് എന്തായിരിക്കും? അതെ, പ്രതിമയാണല്ലേ. ഓക്കെ. ദെൻ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ? അതെ, വെള്ളപ്പൊക്കമുണ്ട്. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങളുണ്ടല്ലേ, വെള്ളപ്പൊക്കം. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ. അതുപോലെ തന്നെ എന്താണ്? വനനശീകരണം. അതുപോലെ കാർഷിക മേഖലയുണ്ടായ തകർച്ചയും എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി? അതെ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ. ഓക്കെ, എന്തൊക്കെയാണ് അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഓക്കെ. ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സവിശേഷതകൾ. പാത്രനിർമ്മാണം. പ്രാചീന ശിലായുഗത്തിൽ എന്താണ്? മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചു. നവീന ശിലായുഗത്തിലോ? യെസ്, മൺപാത്രങ്ങളാണല്ലേ, മൺപാത്രങ്ങൾ നിർമ്മിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്തിൻ്റെ സവിശേഷതയാണ് എഴുതുന്നത്? യെസ്, ഉപകരണങ്ങളാണല്ലേ. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ എങ്ങനെയായിരുന്നു ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? അതെ, പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. പ്രാചീന ശിലായുഗത്തിൽ എങ്ങനെയാണ്? പരുക്കൻ ശിലായുധങ്ങൾ. എന്നാൽ നവീന ശിലായുഗത്തിലോ? മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണല്ലേ, മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. തൊഴിൽ പ്രാചീന ശിലായുഗത്തിൽ എന്തായിരുന്നു? അതെ, വേട്ടയാടലായിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിൽ എങ്ങനെയാണ്? കൃഷി, മൃഗപരിപാലനം. ഓക്കെ. നെക്സ്റ്റ് 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ 15 മുതൽ 17 വരെയുള്ളതിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും 2 ക്വസ്റ്റിനെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 15ാമത്തെ ചോദ്യം എന്താണ്? ഹാരപ്പയിലെ ധാന്യപ്പുരകൾ, കൃഷി എന്നിവയെക്കുറിച്ച് വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഹാരപ്പയിലെ ധാന്യപ്പുരകൾ, കൃഷി എന്നിവയെക്കുറിച്ച് വിശദമാക്കുക. ധാന്യപ്പുരകൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ധാന്യപ്പുരകളെ കുറിച്ച് എഴുതുമ്പോൾ ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള വലിയ കെട്ടിടങ്ങളായിരുന്നു അവയല്ലേ. ദെൻ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദെൻ കൃഷിയെക്കുറിച്ചും എഴുതണമല്ലേ. കൃഷിയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്യുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദെൻ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. ഓക്കെ. ദെൻ 16ാമത്തെ ചോദ്യം, നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ വിശകലനം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ വിശകലനം ചെയ്യുക. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ച് കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. എന്താണ്? മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ എന്താണ്? കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. തടിയുടെ പിടിയിട്ട് കൈക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. അപ്പം ഇതൊക്കെയാണ് നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ എന്ന് കൂട്ടുകാർ ഇതുപോലെ എഴുതാവുന്നതാണ്. നമ്മൾ പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൂട്ടുകാർ ഇത് വിശകലനം ചെയ്ത് എഴുതുക. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ജീവൻ്റെ നിലനിൽപ്പിന് മണ്ണു സംരക്ഷണം അനിവാര്യമാണ്. ഈ പ്രസ്താവന സാധൂകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? യെസ്, വനനശീകരണം തടയൽ, അതുപോലെ തന്നെ വിള പരിവൃത്തി, തട്ടുകൃഷി, തടയണ നിർമ്മാണം, ശാസ്ത്രീയ ഭൂവിനിയോഗം, വനവൽക്കരണം. മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? വനനശീകരണം തടയൽ, വിള പരിവൃത്തി, തട്ടുകൃഷി, തടയണ നിർമ്മാണം, ശാസ്ത്രീയ ഭൂവിനിയോഗം, വനവൽക്കരണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം എഴുതിക്കൊണ്ട് കൂട്ടുകാർക്ക് എന്ത് ചെയ്യും? ഈ പ്രസ്താവന സാധൂകരിച്ച്
എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളെന്താണ് അതിലെല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.